ഞാൻ നല്ലൊരു പാരൻറ്റിങ് സ്റ്റൈലാണോ പിന്തുടരുന്നത് എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? സ്വയം തിരിച്ചറിയാൻ കഴിയും? അതിന് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈൽസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ചില രക്ഷകർത്താക്കളുണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി വേണ്ട സ്ഥലത്ത് ശിക്ഷ വേണ്ടിടത്ത് ശിക്ഷണം നൽകി വളരെ കൃത്യമായി ഒരു അതോറിറ്റേറ്റീവായി കാര്യങ്ങൾ ചെയ്യുന്ന ചില പാരൻസ് ഉണ്ട്. എന്നാൽ വേറെ ചില തരത്തിലുള്ള പാരൻസ് ഉണ്ട്. അവർ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല. വളരെ ശക്തമായ നിലപാടുകളെടുത്ത് കുട്ടിയെ യാതൊരു തരത്തിലും പരിഗണിക്കാതെയുള്ള വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ചില പാരൻറ്റിങ് സ്റ്റൈലുകൾ പിന്തുടരുന്ന ആളുകളുണ്ട്. അവർ വീട്ടിലൊരു ശരിക്കും കടുവയെ പോലെയായിരിക്കും, ഒരു ടൈഗർ പാരൻ്റായിട്ട് ചിലപ്പോൾ മാറും. ഇനി വേറൊരു തരം രക്ഷാകർത്താക്കളുണ്ട്. അവർ എന്തും സമ്മതിക്കുന്നവരാണ്. എന്തിന് 1000 രൂപയ്ക്ക് ചോദിച്ചാൽ 1000 മതിയോ, 1500 എടുത്തോ എന്നുള്ള രൂപത്തിലൊക്കെ വളരെ പെർമിസീവായി എന്തിനും സമ്മതിക്കുന്ന, എവിടെ പോയാലും പ്രശ്നമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാകാതെ വളരെ പെർമിസീവായിട്ടുള്ള പാരൻറ്റിങ് സ്റ്റൈൽ പിന്തുടരുന്ന ആളുകളുണ്ട്. ഇനി വേറൊരു കൂട്ടരുണ്ട്. അവർ ഇതിലൊന്നിനും ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ അവർ സ്കൂളിൽ ഫീസ് അടക്കേണ്ടതിനെ കുറിച്ച് ശ്രദ്ധിക്കില്ല, പുസ്തകം വായിക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കില്ല, അവരെവിടെ പോകുന്നു എന്നതിനെക്കുറിച്ച് ആലോചിക്കില്ല. പരിപൂർണമായ നെഗ്ലക്റ്റാണ്, അവഗണനയാണുള്ളത്. വേറെ ചില ആളുകളുണ്ട്, എല്ലാത്തിനും കുട്ടികളുടെ മേൽ അടയിരിക്കുന്ന മാതിരി, ഒരു കുട്ടികളുടെ മുകളിൽ ഒരു ഹെലികോപ്റ്റർ മാതിരി അവരുടെ മേൽ എല്ലാം വീക്ഷിച്ചുകൊണ്ട് ഒരു സർവൈലൻസ് നടത്തിക്കൊണ്ട് അവരുടെ പിന്നാലെ നടക്കുന്ന ചില പാരൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾ ഏത് പാരൻ്റാണ്? നിങ്ങൾ ചിന്തിച്ചാൽ മതി. വളരെ ആധികാരികമായ ഒരു രക്ഷാകർതൃത്വമാണോ നിങ്ങൾ പിന്തുടരുന്നത്? അതല്ല ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള സ്വേച്ഛാധിപത്യപരമായ രക്ഷാകർതൃത്വമാണോ? ടൈഗറാണോ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇനി അതല്ല, എല്ലാത്തിനും അനുമതി നൽകുന്ന സർവതന്ത്ര സ്വതന്ത്രനായിട്ടുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈലാണോ? അല്ല നിങ്ങൾ കംപ്ലീറ്റ് നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റൈലാണോ? അതിലെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ മാതിരി മുകളിൽ നിൽക്കുന്ന ഒരു പാരൻ്റാണോ? ഇതിലേതാണ് ഏറ്റവും ശരിയായ പാരൻറ്റിങ്? നിസ്സംശയം പറയാം, അതോറിറ്റേറ്റീവായിട്ടുള്ള കാര്യങ്ങളെ വ്യക്തമായി കാര്യകാരണ സഹിതം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന, കുട്ടികളെ സഹായിക്കുന്ന ഒരു അതോറിറ്റേറ്റീവ് പാരൻ്റാണ് ശരിയായ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില സന്ദർഭങ്ങളിൽ ചില പാരൻസ് തന്നെ തങ്ങൾ ഇപ്പോൾ പിന്തുടരുന്ന പാരൻറ്റിങ് ശൈലി മാറണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ പറ്റുന്നുണ്ടാവില്ല. ഉദാഹരണത്തിന് ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പാരൻറ്റ് മനസ്സിലാക്കിയാണ് എനിക്ക് ഈ ശൈലി മാറ്റി കുറച്ചുകൂടി അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പാരൻ്റ് ആകണം, അല്ലെങ്കിൽ ഒരു വളരെ നെഗ്ലക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പാരൻറ്റിങ് ശൈലി പിന്തുടരുന്ന ഒരാൾക്ക് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പാരൻറ്റിങ് ശൈലിയിലേക്ക് വരണം എന്നാഗ്രഹിച്ചാലും പലപ്പോഴും അവർക്കത് സാധിച്ചു എന്ന് വരില്ല. സ്വാഭാവികമായ ഒരു പ്രക്രിയയിലൂടെ അത് ശരിയായി വരേണ്ടതില്ല. കാരണം ഒരു പാരൻ്റ് വളർന്നു വരുന്ന ജീവിതാനുഭവങ്ങളാണ് അദ്ദേഹത്തിൽ ഈ ശൈലി സൃഷ്ടിച്ചിട്ടുള്ളത്. തീർച്ചയായും അതിൻ്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ മക്കളോട് കാണിക്കുന്ന ഈ പാരൻറ്റിങ് ശൈലി പോലും. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ, രക്ഷാകർത്താക്കൾ അവരുടെ ശൈലി മാറ്റാൻ അവർക്ക് സ്വയമേവ പറ്റുന്നില്ല എങ്കിൽ അവർ അവരുടെ പെരുമാറ്റപരമായ ശൈലി മാറ്റാൻ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിയോ പോലെയുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതിന് തയ്യാറാവുക എന്നുള്ളതാണ് ഈ പാരൻറ്റിങ് ശൈലി മാറ്റുന്നതിൻ്റെ ആദ്യ ഘട്ടം എന്നത്. ഒരു മൺവെട്ടിയായി തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രശ്നത്തെ പരിഹരിക്കുന്നതിനുള്ള ആദ്യ സ്റ്റെപ്പ്. എനിക്ക് ഒരു പ്രയാസമുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ട്, ഒരു പാരൻ്റ് എന്ന നിലയിൽ എനിക്കൊരു പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായി. മറിച്ച് എനിക്കല്ല പ്രശ്നം,
കുട്ടികൾക്കാണ് പ്രശ്നം, എൻ്റെ ശൈലിയിൽ യാതൊരു മാറ്റവും വരുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു പാരൻറ്റിനെ തിരുത്തുക എളുപ്പമല്ല. അദ്ദേഹം കൗൺസിലിങ്ങും സൈക്കോതെറാപ്പി പോലെയുള്ള നൂതനമായ സങ്കേതങ്ങളിലൂടെ ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടതുണ്ട്.